സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. എൻ്റെ പേര് ദിവ്യ. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. ഫെബ്രുവരി 21 പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോഡി പെയിൻ, എന്തെങ്കിലുമൊക്കെ ഷോൾഡർ പെയിൻ ആയിരിക്കാം, അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ച് പേരുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജി കാണുന്നുണ്ട്. ഒത്തിരി ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. 10 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ബോഡി പെയിൻ ആയിരിക്കാം, എന്തെങ്കിലും വിഷമങ്ങളായിരിക്കാം, മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അത് എൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കാണുന്നുണ്ട്. റിക്കവറിയുടെ എനർജി, ഹെൽത്ത് റിക്കവറി ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി കാണുന്നുണ്ട്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഡിസ്ട്രാക്ഷനാണ്. എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റും നിന്നിട്ടുള്ള എന്തെങ്കിലും എനർജീസ് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡയറക്ഷൻ തിരിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് വന്നിട്ട് ഒരു കാര്യത്തിൽ തന്നെ കംപ്ലീറ്റ്ലി മുഴുകിയിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി അവിടെ കൊടുക്കുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിന് കുറച്ചൊരു അറ്റൻഷൻ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് കുറച്ച് പേര് കംപ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങൾ പാസ്റ്റിലെ റിലേഷൻഷിപ്സ്, എന്തെങ്കിലും വിഷമങ്ങൾ, അതിൽ നിങ്ങളുടെ എനർജി ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ടാകാം. അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഒരു ഡിസ്കണ്ടൻമെൻറ്റ്, ഒരു തൃപ്തിയില്ലായ്മ, ലൈഫ് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ, അങ്ങനത്തെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ കൂടെ പോകാനായിട്ട് നിങ്ങളെ ആ ഒരു എനർജി പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ മെൻ്റൽ പ്രോസസ്സ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു ശ്രദ്ധ, കുറച്ചൊരു അവെയർനെസ് ഈ ഒരു സമയത്ത് ആവശ്യമാണ്. നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട്, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൻ്റെ ഹ്യൂമർ സൈഡ്, അതിനെ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ തമാശ രീതിയിൽ നിങ്ങളതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, നിങ്ങൾ ഓർത്ത് വിഷമിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹ്യൂമർ സൈഡ് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൈൻഡ് പവർ, നിങ്ങളുടെ ആ ഒരു ഇൻ്റലക്ച്വൽ പവർ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ടാണ് അഡ്വൈസ് ആയിട്ട് ഈ ഒരു ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എനർജീസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഒത്തിരി നാളായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഫൈനലി അവിടെ ആ ഒരു ഡോറ് ഓപ്പൺ ആകുന്നതാണ്, ആ ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു എക്സാം ആയിരിക്കാം, അത് ഫൈനലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഫൈനലി ആ ഒരു എനർജിയിൽ വിക്ടറി കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. ആ ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈഗോ വന്നിട്ട് കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ സെയിം കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ
ടെൻഷൻസും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഫ്രീഡം കൊണ്ടുവരാനായിട്ട് ഈഗോ ക്ലാഷസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോനെ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ ക്യൂൺ ഓഫ് ഫയറിൻ്റെ എനർജിയാണ്, ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്, വിക്ടറി, റെക്കഗ്നിഷൻ. കുറച്ച് പേർക്ക് നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ ശക്തി എന്താണ്, അത് ഓൺ ചെയ്യാനായിട്ട് ഫൈനലി നിങ്ങൾ അംഗീകരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്ലാനിങ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്, അതും കുറച്ച് പേരുടെ ലൈഫിലെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഒൺലി തിങ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഒരു കാര്യത്തിൽ തന്നെ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ അശ്രദ്ധയായിട്ട് വിടുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഹീലിംഗ് എനർജി വരുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ ആ ഒരു വിഷമങ്ങൾ, പാസ്റ്റിലെ കാര്യങ്ങൾ പൊങ്ങി വരുന്നത് അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജീസ് ഉണ്ട്, ഇത് നിങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന്. ഫെബ്രുവരി 21 ഫ്രൈഡേയുടെ എനർജി എന്താണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. താങ്ക് യു. എംപ്രസിൻ്റെ എനർജി ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി കാണുന്നുണ്ട്, ഒത്തിരി ഫെർട്ടൈൽ ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഇന്നത്തെ ദിവസം കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി ഒത്തിരി ചിയർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഒത്തിരി എക്സൈറ്റ്മെൻറ്റിൻ്റെ എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു ഇമെയിൽ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതും നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതാണ്. പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒത്തിരി ഹാപ്പി എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേരുടെ ലൈഫിൽ വന്നിട്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഇമോഷണൽ എനർജിയാണ്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും എനർജീസ് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ അതൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ എനർജീസ് പൊങ്ങി വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പെർസീവറൻസിൻ്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് തോറ്റുപോകുന്നു, അങ്ങനത്തെ ഒരു ലോ വൈബ്രേഷനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുക, പരിശ്രമിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് കുട്ടികളോട് കുറച്ചൊരു കമ്പാഷൻ്റെ എനർജി കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് അതുപോലെ മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു കപ്പാസിറ്റി ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ കുട്ടികൾ എന്താണോ പറയുന്നത് അത് ഉൾക്കൊള്ളാനായിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ടാകാം. അത് കുറച്ച് പേരോട് ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കമ്പാഷനേറ്റ് ആയിട്ട്, കുറച്ചും കൂടെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇമോഷണൽ എനർജി കുറച്ചൊന്ന് കെയർഫുൾ ആകുക. കുറച്ച് പേർക്ക് വാട്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ ആ ഒരു സ്പേസിലോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിൽ 10 ഓഫ്
വോൺസിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പുറത്ത് നിന്നിട്ട് ഔട്ട്സൈഡിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഷർ, എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് ഓവർ വർക്കായിരിക്കാം, ഒത്തിരി ടെൻഷൻ, പ്രഷർ, അങ്ങനത്തെ എനർജീസിൽ കൂടെ കുറച്ച് ദിവസമായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ്, കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് ലഭിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ 9 ഓഫ് വോൺസിൻ്റെ എനർജിയും വരുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ എനർജി ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നോ പറയേണ്ടടുത്ത് സ്ട്രോങ് ആയിട്ട് നോ പറയുക. ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ്. കുറച്ച് പേര് നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾ ഇൻറ്റേർണലി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നതായിട്ടും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് അത്രയും സ്ട്രോങ് ആയിരിക്കത്തില്ല, എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം, എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, ഇതാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ ഇമോഷണലി കുറച്ചൊരു പ്രിപ്പയർഡ് ആയിട്ടിരിക്കുമ്പോൾ ആ ഒരു ഷോക്ക് നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന എനർജിക്ക് അത്രയും നമ്മളെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അത് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഇതിലും അതാണ് പറയുന്നത്, ഡിറ്റർമിനേഷൻ. എന്ത് വന്നാലും നേരിടാനായിട്ടുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ ആയിരിക്കാം, ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ആ ഒരു കഴിവായിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പവർ വന്നിട്ട് എക്സ്പാൻഷനാണ്. അതായത് നിങ്ങളിപ്പോൾ ഏത് എനർജിയിലാണോ ഇരിക്കുന്നത് അവിടെ കുറച്ചും കൂടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, നെക്സ്റ്റ് ലെവലിലോട്ട് കടക്കാനായിട്ടുള്ള പൊട്ടൻഷ്യൽ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട്, ചാനൽ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് വിഷൻ ഉണ്ടാകാം, എനിക്കിതുപോലെ മുന്നോട്ട് പോകണം, ഇതാണ് നേടേണ്ടത്. ആ ഒരു വിഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഈ ഒരു കാർഡിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും ഈ ഒരു ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.